മൂന്നാർ പള്ളിവാസലിൽ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ നാട്ടുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മൂന്നാർ സിഐ വിനോദ് കുമാർ പ്രദേശവാസിയെ ചാടി ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. എന്നാൽ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്ന വാദവുമായി പോലീസും രംഗത്തെത്തി. കഴിഞ്ഞ ഞായറാഴ്ച കരുണാകപ്പള്ളിയിൽ നിന്നും പള്ളിവാസലിലെത്തിയ വിനോദസഞ്ചാരികൾ രണ്ടാം മൈലിൽ വെച്ച് ജീപ്പിന് മുകളിൽ കയറിയത് ഡ്രൈവർ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടാകുന്നത്. സംഭവം അറിഞ്ഞ് ആദ്യം സ്ഥലത്തെത്തിയ മൂന്നാർ പോലീസ് നാട്ടുകാരെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമമുണ്ടായത്. മൂന്നാർ സിഐ വിനോദ് കുമാർ പ്രദേശവാസിയായ ഷിയാസിനെ പിന്നിൽ നിന്നും ചാടിച്ചവിട്ടുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഞങ്ങളെ പോലീസിനെ വരുത്തി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവിടെ നിന്ന് വന്ന് മൂന്നാർ സിയും മൂന്നാർ SIയും വന്നിട്ട് ലത്തിയെടുത്ത് ഞങ്ങളെ തല്ലിയിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ ജീപ്പ് ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് ഇനി ഇവിടെ എങ്ങനെയാണ് ജീപ്പ് ഓടിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കട്ടാ, വണ്ടികളാ നിങ്ങളെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിച്ചാൽ ഞങ്ങൾ വണ്ടിക്കകത്ത് അടിച്ച് ചവിട്ടിയാണ് വണ്ടിക്കകത്ത് കയറ്റിയ. അവിടെ നിന്ന് ഞങ്ങൾ വെള്ളത്തൂർ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡ്രൈവറിന് ഫിക്സ് വന്നിട്ട് അടി കൊണ്ട ഡ്രൈവർ അടി കൊണ്ടിട്ട് ഫിക്സ് വന്നിട്ട് നേരെ അടിമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഒരു 3 മണിക്കൂർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. 3 മണിക്കൂർ ട്രീറ്റ്മെൻറ്റിലും ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ 2 പേര് മാത്രം അവിടെ നിന്ന് എടുത്ത് നേരെ വെള്ളത്തൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നാൽ ആരോപണം നിഷേധിച്ച് പോലീസും രംഗത്തെത്തി. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് നാട്ടുകാർ പ്രചരിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ വാദം. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രകോപനമുണ്ടാക്കിയ വിനോദസഞ്ചാരികൾക്കെതിരെ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. വിനോദസഞ്ചാരികൾ മൂന്നാർ സിഐയുടെ സുഹൃത്തുക്കളാണെന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ജനം, ഇടുക്കി.